ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചിയുള്ള പയർ മെഴുക്ക് പുരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ പച്ചപ്പയർ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഞാൻ 250 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. പയർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചട്നി ഗ്രൈൻഡറിലേക്ക് 1/4 കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു തരി വെള്ളം പോലും ചേർത്ത് കൊടുക്കാണ്ടാണ് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരേണ്ടത്. ഇനി നമുക്കിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പയറും ചമ്മന്തി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെ 2 വറ്റൽമുളകും കൂടി ഞാനൊന്ന് കുത്തി ചതച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ കുത്തി ചതച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതുപോലെ ചതച്ചെടുക്കുന്നത്. വല്ലാണ്ട് അങ്ങോട്ട് ചതഞ്ഞ് പേസ്റ്റായി പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ചെറുങ്ങനെ ഒന്ന് മൂത്ത് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് ചെറുങ്ങനെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പയറും ചമ്മന്തിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമേ പാടുള്ളൂ, അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. പയർ വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റായി ഉടഞ്ഞു പോകരുത്. ഇടയ്ക്ക് നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള ഈ ഒരു വെള്ളം വറ്റി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഒട്ടും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കിതെല്ലാം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ.